ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. ഇത് ശരിക്കും എൻ്റെ ഹസ്ബൻഡാണ് സാധാരണ ബിരിയാണി ഉണ്ടാക്കുക. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ചെറിയ തെറ്റുകളെല്ലാം ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണിത്. ചിക്കൻ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ചിക്കൻ വേണ്ടി എടുത്തത് മൂന്ന് ഗ്ലാസ് ബസ്മതി അരി അതിനുവേണ്ടി പുതിർത്ത് വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി എടുക്കുകയാണ്. അതേപോലെ വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ്, കരിയാമ്പില. ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഒരുപാട് ചതക്കണ്ട, കുറച്ച് മാത്രം ചതച്ചാൽ മതി. മസാലയ്ക്ക് വേണ്ടിയിട്ട് മുളക്, ഇത് കാശ്മീരി മുളക് പൊടി 1 സ്പൂണ്, 1/4 സ്പൂണ് സാദാ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമ്മൾ അരച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നു. അതിൻ്റെ കൂടെ കുറച്ച് തൈരും ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി കുഴന്ന് യോജിപ്പിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ അരമുറി ചെറുനാരങ്ങ കൂടി ചേർക്കുന്നതാണ്, ചെറുനാരങ്ങ നീര്. ചെറുനാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഇത് അരമണിക്കൂറേക്ക് മാറ്റി വെക്കുന്നതാണ്. അപ്പം നമ്മൾ വെള്ളം തിളക്കാൻ പോവുകയാണ്. അരിൻ്റെ 1.5 ഇരട്ടി വെള്ളമാണ് എടുത്തത്. അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലം, പട്ടയില, പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ചേർക്കുന്നതാണ്. പിന്നെ ഞാൻ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇടാൻ പോവുകയാണ്. ഇതാണ് ഇപ്പം ഇത് ഞാൻ എൻ്റെ കൈക്കണക്ക് പ്രകാരം ഇടുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിടുക. എണ്ണ ഒഴിക്കുകയാണ്. ഉള്ളി ഇടുന്നതാണ്. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നതാണ്. ഉള്ളി ഒന്ന് ചേർക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുന്നതാണ്. തക്കാളി ഇടുന്നതാണ്. പിന്നെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുക. മുളക് പൊടി ഇടുന്നതാണ്. കുറച്ച് മുളക് പൊടി മതി. നമ്മൾ ചിക്കനിൽ മുളക് പൊടി ഇട്ടുകൊണ്ട് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മുളക് പൊടി മതി. 1/2 സ്പൂണ് മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നതാണ്.
മസാല പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പിടിപ്പിച്ച ചിക്കൻ ഇടുകയാണ്. മസാല പിടിപ്പിച്ച ചിക്കൻ ഇടുകയാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. കുക്കർ അടച്ച് വെക്കുന്നതാണ്. ഇതൊരു 3 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗാർണിഷിന് ആവശ്യമായ നെയ്യ് ഇതാണ്. അണ്ടിപ്പരിപ്പ് ചേർക്കുന്നതാണ്. അണ്ടിപ്പരിപ്പ് മൂത്ത് വന്ന് ശേഷം മുന്തിരി അതിലേക്ക് ഇടുന്നതാണ്. മുന്തിരി മൂത്ത ശേഷം മുന്തിരി, പിന്നെ കുറച്ച് ഉള്ളിയും കൂടി. ഉള്ളി മൂത്ത് വന്ന് ഉള്ളിയും കൂടി ഞാൻ മാറ്റി വെക്കുന്നതാണ്. ബിരിയാണി ദമ്മാക്കാൻ പോവുകയാണ്. ചിക്കൻ ഇടുകയാണ്. ഇനി റൈസ് ഇടാൻ പോവുകയാണ്. വേവിച്ച് വെച്ച ബസ്മതി റൈസ് ചിക്കനിലേക്ക് ഇടാൻ പോവുകയാണ്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ പോവുകയാണ്. വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും, പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും ഇടുകയാണ്. എൻ്റെ പരീക്ഷണാർത്ഥമില്ല ഒരു ബിരിയാണിയാണ്. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കുന്നതാണ്. ശേഷം ബിരിയാണി അടച്ചു വെക്കുന്നത്. എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണി പാത്രത്തിലേക്ക് വിളമ്പാൻ പോവുകയാണ്.